എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൃഷിയെ മറന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ കൃഷി കൊണ്ട് മറ്റൊരു ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന പട്ടൂൺ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭാഗം പുഴകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള പട്ടുവം ഗ്രാമപഞ്ചായത്ത് ഒരു കാലത്ത് കൈപ്പാട് കൃഷിയിൽ വളരെ സജീവമായിരുന്നു. കലാസാംസ്കാരിക രംഗത്ത് ചരിത്രത്തിലും വർത്തമാനത്തിലും തങ്ങളുടേതായ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പട്ടുവം ഗ്രാമപഞ്ചായത്ത് നിലവിൽ കാർഷിക രംഗത്തിൽ കേരളത്തിൽ മറ്റേത് പഞ്ചായത്തിനും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ 13 വാർഡുകളാണുള്ളത്. 15,625 2011 ജനസംഖ്യ പ്രകാരം 15,625 ആണ് പോപ്പുലേഷൻ. 15 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പഞ്ചായത്തിനുള്ളത്. 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന ഭാഗം മാത്രമാണ് പുഴയില്ലാതെ. കുപ്പം പുഴയും അതുപോലെ തന്നെ കുറ്റിക്കോൽ പുഴയുമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിട്ടു പോകുന്നത്. തീർത്തും ഗ്രാമീണ മേഖല, നല്ല പ്രകൃതി ഭംഗി ഉള്ള കൈപ്പാട് പ്രദേശം കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ്. പ്രകൃതി ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാമമാണ് പട്ടുവം ഗ്രാമപഞ്ചായത്ത്. മത്സ്യകൃഷി അതുപോലെ തന്നെ നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത്. മറ്റ് പച്ചക്കറിയായാലും മറ്റ് കൃഷികളെല്ലാം നമ്മുടെ പഞ്ചായത്തിനകത്ത് നെൽകൃഷിക്ക് ശേഷം രണ്ടാം വിളയായി ഉഴുന്ന് കൃഷി അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തു പോകുന്നുണ്ട്. പട്ടുവം, ചെറുകുന്ന്, കണ്ണപുരം, ഏഴം ഈ 4 പഞ്ചായത്തിനകത്താണ് കൂടുതൽ കൈപ്പാട് ഉള്ളത്. അപ്പോൾ അതിന് കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സമയത്തായിരുന്നു അത് ഉണ്ടായത്, 2005 കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നന്നായി പോകുന്നുണ്ട്. അവിടെ ഡോക്ടർ വനജ പുതിയ ഇനം നെൽവിത്തെല്ലാം കണ്ടുപിടിച്ച് അത് കൈപ്പാടിലേക്ക് പ്രയോഗിക്കാനും എല്ലാം തുടങ്ങിയ പിന്നെ കുറേയേറെ നമുക്ക് കാര്യങ്ങൾ അതിന് ഭൗമസൂചിക ഉൾപ്പെടെ വാങ്ങിയെടുക്കാൻ വേണ്ടി ആ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മികച്ച നേട്ടം തന്നെയാണ് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമ്മുടെ PHC അതുപോലെ തന്നെ ഹോമിയോ അതുപോലെ തന്നെ ആയുർവേദം ഈ 3 ഹോസ്പിറ്റലും
നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യരംഗത്ത് ആശ്രയമായി തന്നെ പോവുകയാണ്. ഇപ്പം PHCയെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചും കൂടെ ഉയർത്തി. കഴിഞ്ഞ ഭരണകാലത്ത് ശൈലജ ടീച്ചർ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തതാണ്. ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിന് പ്രത്യേകം ഡോക്ടർമാർ, വൈകുന്നേരം വരെ ഡോക്ടർമാർ 3 പേര്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മരുന്ന്, അതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നല്ല OP എല്ലാം നല്ല പങ്കാളിത്തത്തോടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഒരു സബ് സെൻറ്റർ എന്ന നിലക്ക് ഇപ്പോൾ മുള്ളൂലും അതിനെയും ഉയർത്തിക്കൊണ്ടിരുന്ന നിലയിലേക്ക് വരികയാണ്. ആയുർവേദവും വളരെ നന്നായിട്ട് പോകുന്നൊരു ആണ്. നമ്മുടെ ഡോക്ടറും എല്ലാം നല്ല സേവന മെൻറ്റാലിറ്റികൾ. അതുപോലെ തന്നെ ഗതാഗതം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് പട്ടുവം ഇത്തൽപ്പറമ്പ് റോഡാണ്. അതുപോലെ തന്നെ മുള്ളൂലി കാവുമുൻപ് റോഡ്, അതുപോലെ മുതുകുട മംഗൽശ്ശേരി റോഡ്. ഈ റോഡെല്ലാം തന്നെ മെക്കാഡൻ ടാറിങ്ങിലൂടെ, അത് നമ്മളെ കഴിഞ്ഞ TV രാജേഷ് MLA ആയ ഘട്ടത്തിലും അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ വിജിൻ MLA പട്ടുവം പഞ്ചായത്തിനെ ആ വിധത്തിൽ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ വിധത്തിലേക്കുള്ള വികസനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാ പ്രദേശത്തിനും സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആവിർഭാവം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആവിർഭാവം തുടങ്ങിയൊക്കെ വെച്ച് ഒരു ചരിത്ര നിർമ്മിതി സാധ്യമാണ്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള എണ്ണപ്പെട്ട സമരങ്ങളിലോ പങ്കെടുത്ത ഒരു പാരമ്പര്യം ഇവിടെ ഇല്ല. അത് പൊതുവെ പട്ടുവത്തിന് കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പട്ടുവം അധികാരികളുടെ ഒരു പ്രത്യേകിച്ചും ഫ്യൂഡൽ വിഭാഗത്തിൽ വരുന്ന നമ്പൂതിരിമാരും ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാർ അത്ര ക്രൂരന്മാരായിരുന്നില്ല. അവരൊക്കെ ഒരു പരിധി വരെ ചരിത്രത്തിൽ പലയിടത്തും അവരെ വലിയ രീതിയിൽ ഉണ്ടെങ്കിലും അവരങ്ങനെ ആയിരുന്നില്ല. അല്പം ജനങ്ങളോട് സഹതാപമുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ചും ഈ പട്ടുവത്തെ അധികാരി. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിലുള്ള മർദ്ദനങ്ങളും ക്രൂരതകളും കുറച്ച് കുറവാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു ജനങ്ങളുടെ അഗിറ്റേഷൻ എതിരായി വരുമ്പോൾ മാത്രമല്ലേ ശക്തിപ്പെടുള്ളൂ. അത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 2018 കാലഘട്ടത്തിൽ അന്നത്തെ കല്യാശ്ശേരി MLA ആയിരുന്ന ശ്രീ TV രാജേഷ് മുന്നോട്ട് വെച്ച നിറവ് കല്യാശ്ശേരി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പട്ടുവം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 80% വരുന്ന തരിശു ഭൂമിയിൽ നിന്ന് 20 ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നെൽകൃഷിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബാങ്കിലെ തൊഴിലാളികളും നാട്ടുകാരും കർഷകരും ചേർന്നിട്ടാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് 20 ഏക്കറിൽ നിന്ന് 40 ഏക്കറിലേക്ക് അത് വ്യാപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പട്ടുവം സർവീസ് സഹകരണ ബാങ്ക് 1956 ആരംഭിച്ചത്. വളരെ നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് ലാഭകരമായിട്ടാണ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത്. മെമ്പർമാർക്ക് ഡിവിഡൻഡ് ഉൾപ്പെടെ കൊടുത്തു വരുന്നു. 2017-18 കാലയളവിലാണ് കാർഷിക മേഖലയിൽ ബാങ്ക് ഇടപെട്ട് തുടങ്ങിയത്. നമ്മുടെ മുൻ കല്യാശ്ശേരി മണ്ഡലം MLA ആയിരുന്ന ശ്രീ TV രാജേഷിൻ്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഉള്ള കാർഷിക മേഖലയിൽ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് വിശദീകരിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പട്ടുവം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലാ നിലയിൽ നെൽകൃഷി, ആ നെൽകൃഷി വർഷങ്ങളായിട്ട് തരിച്ചിട്ട് കിടക്കുകയാണ്. ആ തരിച്ച് ഇട്ട നെൽകൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് നേതൃത്വം കൊടുക്കണം എന്നാവശ്യപ്പെടുകയും അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിറവ് കല്യാശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പദ്ധതി കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പട്ടുവം പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പട്ടുവം സർവീസ് സഹകരണ ബാങ്കിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ 2018 20 ഏക്കറിൽ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളും ആദ്യ വർഷം 20 ഏക്കറിൽ തുടങ്ങി, രണ്ടാം വർഷം 40 ഏക്കറ തുടങ്ങി, ഇപ്പം 6ാമത് വർഷമാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ 80 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ നെൽകൃഷി ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സ്വാശ്രയ ഗ്രൂപ്പുകളെയും JLG ഗ്രൂപ്പുകളെയും വിനിയോഗിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും പലിശയില്ലാത്ത വായ്പ നൽകിക്കൊണ്ട് അവരെ കൂടി രംഗത്തേക്ക് ഇറക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഏകദേശം കർഷകർക്ക്, സാധാരണ പരമ്പരാഗത കർഷകർക്ക് പുറമെ ബാങ്കും അതുപോലെ തന്നെ ഇത്തരം സ്വാശ്രയ ഗ്രൂപ്പുകളും ചേർന്ന് 120 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നു. വളരെ നല്ല പ്രതികരണമാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കുത്തി അരിയാക്കി പട്ടുവം കുത്തരി എന്ന ബ്രാൻഡിൽ
കേരളത്തിൽ ഉൾപ്പെടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബാങ്കിൻ്റെ കീഴിലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ കിലോയ്ക്ക് 60 രൂപ നിരക്കിൽ ഇത് വിറ്റഴിക്കുന്നു. അതുപോലെ തന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇത് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പട്ടുവം കുത്തരി എന്ന പേരിൽ. അത് എറണാകുളത്ത് നടന്ന സഹകരണ എക്സ്പോയിൽ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വെക്കുകയും നല്ല നിലയിൽ ആളുകൾ അതോട് പ്രതികരിക്കുകയും ചെയ്തു. നല്ല നിലയിലുള്ള കച്ചവടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പട്ടുവത്തിന് ഈ നെൽകൃഷി മാത്രമല്ല, യഥാർത്ഥത്തിൽ മത്സ്യസമ്പത്തിൻ്റെ ഒരു വിഭവം കൂടി നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടുവം സർവീസ് സഹകരണ ബാങ്ക് ഈ 2022-23 വർഷം വളരെ വിപുലമായൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി കേരള സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ നെൽകൃഷിയും അതോടൊപ്പം അതിൻ്റെ കൂടെ മീൻ വളർത്തൽ, മത്സ്യം വളർത്തൽ കൂടി ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചുകൊണ്ട് 1,70,00,000 രൂപ സംസ്ഥാന സർക്കാർ സഹായമായിട്ട് ഞങ്ങളുടെ ബാങ്കിന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പം മത്സ്യം വളർത്തുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ച് സ്ഥലം എടുക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നല്ല നിലവാരമുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വന്തമായിട്ട് 2 ഏക്കർ കൃഷിസ്ഥലം നെൽവയൽ വില കൊടുത്തു വാങ്ങി അതിൽ ഈ കർഷകർക്ക് ആവശ്യമായ വിത്ത് ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 5 ബ്രാഞ്ചിൽ 4 ബ്രാഞ്ചും സോളാർ വൈദ്യുതി ഉപയോഗിച്ച് ഞങ്ങൾ ബാങ്കിൽ 20 കിലോ വാട്ട് ശേഷിയുള്ള 2 പ്ലാന്റ് 10 വീതം കിലോ വാട്ട് ശേഷിയുള്ള 2 പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ 4 ബ്രാഞ്ചുകളും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല നിലയിൽ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന തരത്തിലേക്ക് ബാങ്കിന് വളർന്നു വരുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള അംഗീകാരം ഉൾപ്പെടെ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് ബാങ്കിൻ്റെ 2ാം സ്ഥാനം പട്ടുവം സർവീസ് സഹകരണ ബാങ്കിനാണ് ലഭിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ബാങ്കായിട്ട് ഞങ്ങളുടെ കാർഷിക മേഖലയിലെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പട്ടുവം സർവീസ് സഹകരണ ബാങ്കിന് മാറുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആയിരത്തി 1956 പട്ടുവം ഗ്രാമത്തിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥാലയം കൂടിയായ മുതുകുടം യുവജന ഗ്രന്ഥാലയം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കളുടെ ആശയ സംവാദങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്ന മുതുകുടം ഗ്രന്ഥാലയത്തിൽ നിലവിൽ 7000-ഓളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലൈബ്രറി കൗൺസിലിൻ്റെ C ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ള മുതുകുടം യുവജന ഗ്രന്ഥാലയം നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പരിപാടികളിൽ നിറ സാന്നിധ്യം കൂടിയാണ്. ഇപ്പോൾ മുതുകുട യുവജന ഗ്രന്ഥാലയം, ഈ ഗ്രന്ഥാലയത്തിന് ഏതാണ്ട് ഒരു 65 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മളെ പട്ടുവം പഞ്ചായത്തിൽ ആദ്യമായി ഒരു വായനശാല എന്നുള്ള രീതിയിൽ അന്നത്തെ ചെറുപ്പക്കാർ ആരംഭിച്ചതാണ്. അപ്പോൾ അന്നത്തെ ഈ പട്ടുവം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഒരു ഗ്രാമപ്രദേശമല്ല, ഏതാണ്ട് പട്ടണത്തിൻ്റെ സ്വഭാവമുള്ളൊരു പ്രദേശമാണ് ഇന്ന് പട്ടുവം എന്നുള്ളത്. അങ്ങനെയല്ല, പട്ടുവത്തിനാകെ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്താകെ കൃഷിക്കാർക്ക് നടന്നു പോകാനുള്ള, കന്നുകാലികൾക്കും കൃഷിക്കാർക്കും നടന്നു പോകാനുള്ള ഇടവഴികൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള അക്ഷരാർത്ഥത്തിലൊരു കുഗ്രാമമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു വിദ്യാലയമുണ്ട്, മുതുകുട LP സ്കൂൾ. അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലക്കാണ് യഥാർത്ഥത്തിൽ ഈ
ഗ്രന്ഥാലയം തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ നിലക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആദ്യമായി കടന്നു വന്ന ഒരു സ്ഥലം കൂടിയാണ് മുതുക. അപ്പോൾ അതുകൊണ്ട് ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കുക, വായനശാലകൾ സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. ഇവിടുത്തെ ഗ്രന്ഥാലയത്തിനുള്ളൊരു പ്രത്യേകത വായന മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ നമ്മുടെ വ്യവഹാരങ്ങൾ. ഇപ്പം നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ നമ്മൾ നോക്കിയാൽ ഒരുപാട് പലതരത്തിലുള്ള സ്വഭാവമുള്ള കഥാപാത്രങ്ങളുണ്ടാവും. അതുപോലെ നമ്മളെ ഗ്രാമപ്രദേശത്ത് എവിടെ നോക്കിയാലും ആ കഥയിൽ പറയുന്ന നമ്മുടെ വൈക്കത്തെ ചരിത്ര പുരുഷന്മാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം ചെറിയ തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ, അതുപോലെ പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അതൊക്കെ ഉയർന്നു വന്നാൽ ഈ ഗ്രന്ഥാലയത്തിൽ വെച്ചിട്ട് പരിഹരിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൊതുപ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ പ്രവർത്തകരും കൂടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അതുകൂടാതെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളെ പോലെ തന്നെ ജാതീയമായിട്ടുള്ള എല്ലാ തീവ്രതയുള്ള സ്ഥലം കൂടിയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഈ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാര്യം ഈ ആളുകൾ മരിച്ചാൽ ശവം മറവിയാനുള്ള, സംസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതലത്തിലുള്ള ബുദ്ധിമുട്ട് വരെയുണ്ട്. അതായത് ആയുധങ്ങൾ, കാട് പ്രദേശമായിരിക്കും, അത് വൃത്തിയാക്കൽ മുതലുള്ള പൊതുകാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ജാതിക്കാരും ഒന്നിച്ചേർത്തുകൊണ്ട് ഈ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. അവൻ്റെ നേതൃത്വത്തിൽ പൊതുവായിട്ടുള്ള ഇതിനുള്ള സൗകര്യം. പിന്നെ ഈ പഞ്ചായത്തിൽ തന്നെ ലൈബ്രറികൾ പൊതുവെ കുറവാണ്. അപ്പോൾ അന്നത്തെ ചെറുപ്പക്കാരൻ നല്ല വായനാ താല്പര്യമായിട്ടുള്ള ആൾക്കാർ വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം പട്ടുവം, മുറിയാത്തോട്, മംഗലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കാൽനടയായി വന്ന് വൈകുന്നേരം ഇവിടെ വന്ന് പുസ്തകം എടുത്ത്, പിന്നെ തൊട്ടടുത്ത് അമ്പലത്തിലൊരു കുളമുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ആ കുളത്തിൽ അത്യാവശ്യം കുളിയൊക്കെ നടത്തി പോകുന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വായന ഒരു യഥാർത്ഥത്തിൽ അവരെ വായന എന്ന് പറയുന്നത് നാടറിഞ്ഞുകൊണ്ടുള്ള, നാട്ടിനെ അറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം പ്രണയം, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു സംസ്കാരമാണ് ശരിക്കും പറഞ്ഞാൽ വായന എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗ്രന്ഥാലയം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ എല്ലാം ചേർന്നതാണ്. അപ്പോൾ ഇന്നിപ്പം ഗ്രന്ഥാലയം എന്ന് പറയുമ്പം അത് പുസ്തക വിതരണത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കാരണം മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് കൂടി. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 7000-ലധികം പുസ്തകങ്ങൾ ഇപ്പം നിലവിലുണ്ട്. എനിക്കൊന്ന് ഈ പഞ്ചായത്തിലെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്ന, അതുപോലെ തന്നെ വിതരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്ന ഒരു ഗ്രന്ഥാലയമാണ്. പഞ്ചായത്തിൻ്റെ ആദ്യകാലത്തെ ഉണ്ടായിരുന്നൊരു വലിയ വരുമാനം എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ചെമ്മീൻ കണ്ടിയാണ്. 10-30 ഏക്കറോളം സ്ഥലത്തുള്ള ചെമ്മീൻ കണ്ടി കുറച്ച് വർഷങ്ങളായി അത് വേണ്ടത്ര നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ നശിച്ചു പോയിട്ടുണ്ട്. അത് പുനർജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തനത് ഫണ്ട് കുറവാണെന്നുള്ളത് കൊണ്ടും പഞ്ചായത്തിൻ്റെ ജനസംഖ്യ ആനുപാതികമായി ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് കൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മന്ത്രിയുടെ അദാലത്തിൽ, തീരദേശ മന്ത്രിയുടെ അദാലത്തിൽ നമ്മൾ കാര്യങ്ങൾ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ച് അതിൻ്റെ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി മന്ത്രി ഏർപ്പാടാക്കി. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധ്യമാകുമെങ്കിൽ ആ ചെമ്മീൻ കണ്ടിയെ നമുക്കൊന്ന് പുനരുജ്ജീവിച്ച് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചിറക്കൽ തമ്പുരാൻ്റെ കീഴിലുണ്ടായിരുന്ന മേലെ മതിലകങ്കാവും കുഞ്ഞു മതിലകങ്കാവും താഴെ തറവാട്ടിൻ്റെ കീഴിലുള്ള വടക്കേക്കാവും പട്ടുവത്ത് ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് നിലകൊള്ളുന്നത്. തെയ്യസങ്കല്പങ്ങളിൽ ഏറ്റവും ശക്തമായ തെയ്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചുരുളിയാണ് ഈ 3 കാവുകളിലും കെട്ടിയാടപ്പെടാറുള്ളത്.
കുംഭം 7 മുതൽ ആരംഭിക്കുന്ന ഈ 3 കാവുകളിലെയും ഉത്സവം പട്ടുവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയോത്സവം തന്നെയാണ്. പട്ടുവത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ തെയ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. മിക്കവാറും വീടുകളിൽ അവരുടെ സ്വന്തമായ ദേവതയുണ്ടാവും. ഈ ദേവത ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, മറ്റ് അമ്പലങ്ങളെ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ദൈവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് പലപ്പോഴും മനുഷ്യരുമായിട്ട് വളരെ അടുത്ത് നിൽക്കും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ദൈവത്തിന് കൈപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ദൈവം തെയ്യം മാത്രമാണ്. മറ്റു ദൈവങ്ങളെയും നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാ വീടുകളിലും അവർക്ക് സ്വന്തമായിട്ട് ദൈവങ്ങളുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ദൈവങ്ങളെന്ന് പറയുന്ന മുത്തപ്പൻ, തൊണ്ടച്ചൻ, കണ്ടനാറുകളൻ തുടങ്ങിയിട്ടുള്ള ദൈവങ്ങൾ, കതിവനൂർ വീരനുണ്ട്. ഇപ്പോൾ പട്ടുവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പെടുന്നു. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണം, വിഷു, പിന്നെ കുംഭം 16 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ കുംഭം 16-ാം തീയതി പട്ടുവം പഞ്ചുരുള്ളിക്കാവിലെ തെയ്യം അവസാനിക്കുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ 3-4 ദിവസം വരെ പുലർച്ചെ ഒരു 4 മണിയാകുമ്പം അവിടെ തീച്ചാമുണ്ടിയുണ്ട്. അപ്പോൾ തീച്ചാമുണ്ടി അവസാനത്തെ 15-ാം തീയതി, കുംഭം 15-ാം തീയതി തീച്ചാമുണ്ടി അവസാനത്തെ ദിവസമായിരിക്കും. അന്നാണ് പഞ്ചുരുള്ളി ഏറ്റവും ശക്തിയുള്ള ദേവത. അപ്പോൾ ഈ പ്രദേശത്തിലെ എല്ലാ മനുഷ്യരുടെയും അവിടെ അങ്ങനെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യനൊന്നുമില്ല. പ്രത്യേകിച്ചും ഈ പട്ടുവം വടക്കേക്കാവിൻ്റെ തൊട്ട് വരുന്ന പ്രദേശം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്നവരാണ്. ഞാൻ അവിടുത്തെ UP സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയുള്ള വീടുകളിലടക്കം അന്ന് ആഘോഷം ഉണ്ടാകും. ആ ഒരു 5-10 ദിവസം. അതിൽ ഏറ്റവും 16-ന് തൊട്ടുമുള്ള 13, 14, 15, 16 കുംഭം. അപ്പോൾ അതുമാത്രമല്ല, ഈ പ്രദേശത്തുള്ള കാർഷിക വിളകൾ വാണിജ്യം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പ്രധാനമായിട്ടും ഈ കാർഷിക പ്രധാനമായ ഒരു സ്ഥലം ആയതുകൊണ്ട് അവർക്ക് പച്ചക്കറി, പ്രധാനമായിട്ടും വെള്ളരിക്ക, കുമ്പളങ്ങ അതുപോലുള്ള സാധനങ്ങൾ ഒരു വർഷത്തേക്കുള്ള സാധനം അവിടെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ഈ സാധനങ്ങൾ കൃഷിക്കാർ വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കും. അതിന് കേടൊന്നും വരില്ല. അതുപോലെ ചെറിയ ചെറിയ കാർഷിക ഉപകരണങ്ങളുണ്ട്. ഈ കട്ടയുടക്കുന്ന ഉപകരണം, ചിരവ, കയ്യിൽ, കത്തി, അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ചന്ത നടന്നില്ല സ്ഥലം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഈ പട്ടുവത്തെ പ്രദേശത്തെ ജനങ്ങളെ ജീവിതമായി അഭേദ്യമായി വേർതിരിക്കാൻ പറ്റാത്തൊരു ബന്ധം ഈ ആഘോഷത്തിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വളരെ മതപരമായ ഐക്യം കൂടി നിലനിന്നിട്ടുള്ള ഒരു ദേവതാ സങ്കല്പം. ഇപ്പോൾ 2012-ലാണ് ഇവിടെ മംഗലശ്ശേരി നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും TTPCയും ചേർന്നുകൊണ്ട് മലബാർ ജലോത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 5 വർഷം ജലോത്സവം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് 6ാമത് ജലോത്സവം ഈ വർഷം ഒക്ടോബർ 29-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ 25 പേരുടെ തുഴയൽ മത്സരം, അതുപോലെ തന്നെ 15 പേരുടെ മത്സരം, പിന്നെ വനിതകളുടെ വള്ളംകളി മത്സരം, അതുപോലെ തന്നെ കയാക്കിംഗ് മത്സരം തുടങ്ങിയ മത്സരങ്ങളും, അതുപോലെ തന്നെ അനുബന്ധമായിട്ട് ഫയർ ബോർഡ്, അതുപോലെ തന്നെ വാട്ടർ സ്കൂട്ടർ ഉൾപ്പെടെയുള്ള അനുബന്ധ പരിപാടികളും അന്ന് വെള്ളത്തിൽ നടക്കും. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ 19-ലാണ് അവസാനമായി നടന്നത്. പിന്നീട് കോവിഡ് വന്നതിന് ശേഷം അത് പിന്നീട് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീടാണ് ഇപ്പോൾ വീണ്ടും സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്ന് വരികയാണ്. ഏകദേശം 1 ലക്ഷം ആളുകൾ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന് വരികയാണ്. ഇപ്പോൾ ജലോത്സവം ആരംഭിച്ചതിന് ശേഷമാണ് DTPCയുടെ നേതൃത്വത്തിൽ വള്ളംകളി പവലിയൻ നമ്മുടെ പ്രദേശത്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനുശേഷം മലബാർ റിവർ ക്രൂയിസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ട് ടെർമിനലും അതുപോലെ തന്നെ നടപ്പാതയും ഇപ്പോഴതിൻ്റെ പ്രവൃത്തി പുരോഗമിച്ച് വരികയാണ്. ഇപ്പം ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ടെർമിനലിൻ്റെ പ്രവർത്തനവും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അതടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മംഗലശ്ശേരി പ്രദേശത്തെ പാഡി ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി മന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തി വരികയാണ്. ഇപ്പോൾ മംഗലശ്ശേരിയിലെ നെൽവയലുകളെയും
അത് നടപ്പാതകളും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പരിപാടികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഭാവിയിലും ഏറ്റവും നല്ല ടൂറിസത്തിന് സാധ്യത ഈ മലബാർ ജലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉള്ളതാണ്. നമുക്കറിയാം ഇവിടെ ബോട്ട് സർവീസ്, ഹൗസ് ബോട്ടിങ്ങിൻ്റെ നല്ല സാധ്യത ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ട്, നമ്മുടെ പുഴയിൽ സ്പീഡ് ബോട്ട് അതിൻ്റെ സാധ്യത ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും വലിയ സാധ്യത ഇതിൻ്റെ ഭാഗമായിട്ട് തെളിഞ്ഞ് വരികയാണ്. അപ്പോൾ ആ മലബാർ ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മറ്റനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ വരും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മലബാർ ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000-കണക്കിന് ആളുകൾ ചേരുന്നു. ഈ രണ്ട് പുഴയുടെ ഇരു കരകളിലുമാണ് ഈ ആളുകൾ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യഘട്ടങ്ങളിലൊന്നും വേണ്ടത്ര സൗകര്യം വെള്ളംകളി കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യം ഉണ്ടായില്ല. എന്നാൽ അടുത്ത ഈ ഘട്ടത്തിലെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൂടി സൗകര്യം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ജനങ്ങൾക്കാകെ തന്നെ ഇരുന്ന് കാണാനും സൗകര്യത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ സമാപിക്കുന്ന എൻഡ് വരെ ഗാലറി പോലെ കെട്ടിയുണ്ടാക്കിയാൽ ഏറ്റവും നല്ല ഈ വള്ളംകളിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടാവും. അതിനാവശ്യമുള്ള പ്രൊജക്ടൊക്കെ തന്നെ നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. 1981 പട്ടുവം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1995 പട്ടുവം ഗ്രാമസേവാ സംഘം അനുവദിച്ചു നൽകിയ 3 ഏക്കറോളം വരുന്ന ഭൂമിയിൽ സ്കൂൾ സ്വന്തം കെട്ടിടത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം മാറ്റുന്നു. താരതമ്യേന മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ കുറവാണെങ്കിൽ കൂടിയും നിലവിൽ വളരെ നല്ലൊരു പ്രകടനം തന്നെയാണ് സ്കൂൾ അക്കാദമിക തലത്തിലും അല്ലാത്ത മേഖലകളിലും കാഴ്ചവെക്കുന്നത്. ഇനി പട്ടുവം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. ഒരുപാട് അക്കാദമികേതരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അക്കാദമിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 10ാം ക്ലാസ്സിന് മോർണിംഗ് ഈവനിങ് ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ 8, 9, 10 ക്ലാസ്സുകൾക്ക് മന്ത്ലി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിന് മിഡ് ടേം എക്സാം നടക്കുകയാണ്. 16-ാം തീയതി മുതൽ നമ്മുടെ ക്വാർട്ടർലി എക്സാം നടക്കുക, ഒന്നാം പാദവാർഷിക പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി നമ്മളൊരു മിഡ് ടേം എക്സാം ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് ഇപ്പം നടക്കുകയാണ്. 7-ാം തീയതി തുടങ്ങി ഇനിയിപ്പം നാളെ അത് തീരുകയാണ്. ഇവിടെ JRC ഉണ്ട്, ജൂനിയർ റെഡ് ക്രോസ് ഉണ്ട്, പിന്നെ ലിറ്റിൽ കൈറ്റിൻ്റെ യൂണിറ്റ് ഉണ്ട്, പിന്നെ ക്ലബ് ആക്ടിവിറ്റീസാണ്. എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ചാന്ദ്രദിനത്തിന് കുട്ടി നീൽ ആംസ്ട്രോങ് ആയി ഒരു കുട്ടി, അവനുമായിട്ടൊരു അഭിമുഖം എന്ന രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലബ്ബ് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു പരീക്ഷണം നടത്താറുണ്ട്. നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ ടീച്ചർ എല്ലാ വെള്ളിയാഴ്ച കുട്ടികൾക്ക് വേണ്ടി പരീക്ഷണം വെച്ചാൽ കുട്ടികൾ പരീക്ഷണത്തിന് ആവശ്യമായ സംഭവങ്ങൾ കൊണ്ടുവരികയും അവരെ കൊണ്ട് പരീക്ഷണങ്ങൾ ചെയ്യിക്കും. തലേന്ന് പറയും ഇന്ന പരീക്ഷണം നാളെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് എല്ലാ കുട്ടികൾക്കും കൂടെ കാണാവുന്ന രീതിയിൽ ആ ഹാളിലാക്കിയാണ് പരീക്ഷണം നടത്താറ്. ലോകത്തിൻ്റെ മുന്നിൽ കരിമ്പ് ഒരു ഭക്ഷ്യവസ്തുവായി പരിചയപ്പെടുത്തിയ പപ്പുവൻ ഗോത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടോ പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ ഒരു സംരംഭം പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. 2015 കാലഘട്ടത്തിൽ രൂപീകൃതമായിട്ടുള്ള പൂമ്പാറ്റ സ്വാശ്രയ സംഘത്തിൻ്റെ കീഴിൽ 2021 പപ്പുവൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ശുദ്ധമായ മധുരം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച പപ്പുവൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിലവിൽ ശുദ്ധമായ മധുരം മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി പപ്പുവൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. പൂമ്പാറ്റ സ്വാശ്രയ സംഘം എന്ന ഒരു SHG ഗ്രൂപ്പിൻ്റെ
കീഴിൽ പട്ടുവം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് 16 അംഗങ്ങളടങ്ങുന്ന ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒരു പത്രത്തിൻ്റെ പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പരസ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള മധുരം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ICAR, അത് കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം, ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സെൻറ്റർ കണ്ണൂരിൻ്റെ അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ശുദ്ധമായിട്ടുള്ള മധുരം വേറെ അതിൽ കൃത്രിമമായിട്ടുള്ള വേറെ ഒന്നും ചേരാതെ പ്രകൃതിദത്തമായ രീതിയിൽ കരിമ്പിൻ്റെ അകത്തുനിന്ന് നേരിട്ട് എടുക്കുന്ന ഒരു സിറപ്പാണ്. അതിൻ്റെ അകത്ത് ചേരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ചെറുനാരങ്ങൻ്റെ നീര് മാത്രമാണ് ചേർക്കുന്നത്. വേറെ ഒരു കൃത്രിമമായ മറ്റുള്ള ഒരു അസംസ്കൃത പദാർത്ഥവും ചേർക്കാതെ കരിമ്പിൻ്റെ ജ്യൂസിന് ഒരു 10-12 മണിക്കൂർ സമയം ബോയിൽ ചെയ്തതിന് ശേഷം എടുക്കുന്ന ഒരു സിറപ്പാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള മധുരം. ചെറിയ കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മധുരമാണ്. അതിൻ്റെ അകത്ത് നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ട് 9 മിനറലും അതുപോലെ 3 വിറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഏറ്റവും ശുദ്ധമായിട്ടുള്ള മധുരം ആണ് ഉള്ളത്. കരിമ്പ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ കരിമ്പിനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നു. അതിനുശേഷം അതിനെ ഈ കാണുന്ന മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ക്രഷ് ചെയ്ത് എടുത്ത് ജ്യൂസായിട്ട് എടുക്കും. ആ ജ്യൂസിനെ തന്നെ ജ്യൂസായിട്ട് ഇതിൽ നിന്ന് മെഷീൻ്റെ അകത്ത് നിന്ന് വരുന്ന സമയത്ത് തന്നെ 3 ലെയറിലായിട്ട് നമ്മളതിനെ അരിച്ചെടുക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും മാറ്റിക്കൊണ്ട് എടുക്കും. അത് നേരെ വന്നിട്ട് നമ്മൾ ഈ കാണുന്ന പാത്രത്തിലേക്ക്, ഗ്യാസിൻ്റെ ഇതാണ് അടുപ്പാണ്, അതിൻ്റെ അകത്തേക്ക് മാറ്റി അതിൻ്റെ അകത്ത് ബോയിൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് ഏകദേശം 110 ഡിഗ്രിയോളം സെൻറ്റിഗ്രേഡിൽ തിളപ്പിച്ചതിന് ശേഷമാണ് ഈ സിറപ്പായിട്ട് മാറ്റിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന നിലയിലാണ് ഇപ്പം ഷുഗർ പൗഡർ ഇപ്പോൾ ഏതായാലും ഈ ഓണത്തിന് മുന്നേ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും. അതിൻ്റെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ലാബ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുപോലെ വിദേശങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ ശ്രമവും നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതും കൂടി ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാശയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുള്ളൂർ പ്രദേശത്ത് ഒരു നാട്ടെഴുത്താശാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഇപ്പം നമ്മളിപ്പം കാണുന്ന പൂരക്കളിയുടെയൊക്കെ ഗാനങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നു. അതുപോലെ ഇപ്പം കൊത്തുവളകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേര് കേട്ട ഒരു പ്രദേശമാണ് മുള്ളൂർ. ഈ രാമായണം കൊത്തുവളകൾ ചെയ്യുന്ന അപൂർവം ചില വ്യക്തികളിൽ ചിലർ താമസിച്ചത് മുള്ളൂർ പ്രദേശത്തായിരുന്നു. നമ്മൾ ഈ രംഗകലകളുടെ ആവിർഭാവം തൊട്ട് തന്നെ പട്ടുവം പ്രദേശത്ത് ഈ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് വെച്ച് ഹാർമോണിയത്തിൻ്റെയും ഡോലക്കിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി പുണ്യപുരാണ നാടകങ്ങൾ അവതരിപ്പിച്ച് വന്നു എന്ന് ചരിത്രത്തിൽ, പട്ടുവത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 19 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ നൃത്തസംഘങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. അതായത് ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ തിരുവാതിര പോലുള്ള കളികൾ
ഇവിടെ ചില വിശേഷ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടതായിട്ടുള്ള അറിവുകൾ നമുക്കിവിടെയുണ്ട്. ഏതാണ്ട് ഈ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന 50-ലധികം കലാസമിതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറിയും കുറഞ്ഞുമുള്ള പ്രവർത്തനങ്ങളാണ് അവർ സംഘടിപ്പിക്കാറ്. ഓണം പോലുള്ള അതുപോലെ മറ്റ് ആഘോഷവേളകളിൽ, അതുപോലെ വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങിയൊക്കെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് വരുന്ന കലാസമിതികൾ ഇന്ന് നാട്ടിലുണ്ട്. അവയൊക്കെയാണ് സാംസ്കാരിക രംഗത്തെ ഏറ്റവും മികച്ച നിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നവയാണ് അവരൊക്കെ. ഇന്നും അത്തരത്തിലുള്ള കലാസമിതികളുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വള്ളംകളി പോലുള്ള ചില സംഭവങ്ങളൊക്കെ നടത്തുന്നു. പട്ടുവത്തിൽ തന്നെ നിരവധി പ്രഗത്ഭരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചില കലാസമിതികളെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നൃത്തരംഗത്തുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ പട്ടുവത്തെ കലാസമിതികളുടെ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഈ പട്ടുവത്തിൻ്റെ യുവാക്കളുടെ ഇടയിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെടുന്ന നിരവധി പേർ പട്ടുവത്ത് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഹ്രസ്വചിത്രങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, സംവിധായകന്മാരുണ്ട്, ഗായകന്മാരുണ്ട്, അതിന് ട്യൂൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും അത്യാവശ്യം ചില കേന്ദ്രങ്ങളിൽ പട്ടുവത്തിൻ്റെ സാംസ്കാരിക രംഗത്തുണ്ട്. വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് പൊതുഭൂമികൾ, പഞ്ചായത്തിൻ്റേതായിട്ടുള്ള പൊതുഭൂമികൾ വളരെ കുറവാണ്. ഇപ്പോൾ സ്വകാര്യ സംരംഭകർ എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നഗരവൽക്കരിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ വെള്ളിക്കീൽ ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലെല്ലാം കമ്പനികളെല്ലാം ഇപ്പോൾ മിനി ഇൻഡസ്ട്രീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മംഗലശ്ശേരി ഒരു സിമെൻറ്റ് ഗോഡൗൺ, അതുപോലെ തന്നെ ഗ്ലാസ് കമ്പനി പുതുതായിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. അതുപോലെ വെള്ളിക്കീൽ ഭാഗത്ത് പോകുമ്പോൾ പല ഗോഡൗണുകളും ടൈൽസിൻ്റെ അതുപോലെ തന്നെ ഗോഡൗണുകളെല്ലാം വരുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളെല്ലാം തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പെർമിറ്റിനടക്കമുള്ള അപേക്ഷകളെല്ലാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരു ഗ്രാമീണ മേഖല, അതായത് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം എന്നുള്ള രീതിയിൽ വ്യവസായം അത്ര ഇത് വന്നിട്ടില്ലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ് തൊഴിൽ മേഖലയിൽ സംരംഭകത്വ വർഷമായി കഴിഞ്ഞ വർഷം കണക്കാക്കുകയും അതിൻ്റെ ഭാഗമായി പട്ടുവം ഗ്രാമപഞ്ചായത്തും പ്രവർത്തനങ്ങളെല്ലാം തുടക്കം കുറിക്കുകയും നമുക്ക് തന്നിട്ടുള്ള 78 പേർക്ക്, നമുക്ക് 71 ടാർഗറ്റ് എങ്കിലും 78 സംരംഭങ്ങൾ ആ വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ വർഷം നമുക്ക് തന്നിട്ടുള്ള ടാർഗറ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ആദ്യപടി എന്നോളം നമ്മൾ സെമിനാറുകളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന്, അതായത് ഇപ്പോൾ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആയാലും പഞ്ചായത്തായാലും അവരുടെ സാങ്കേതികമായ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നതിന് തുടക്കം കുറിച്ചതിൻ്റെ ഭാഗമായി നല്ല മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ വലിയ മാറ്റം പ്രതീക്ഷിക്കുകയാണ്. സ്വകാര്യ സംരംഭങ്ങളടക്കം ഒരുപാട് സംരംഭങ്ങൾക്ക് സാധ്യതകൾ ഇപ്പോഴുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി നിറഞ്ഞു നിൽക്കുന്ന പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ ഭാവിയിൽ ടൂറിസത്തിൻ്റെ സാധ്യത നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.